സൈജു കുറുപ്പ് എന്ന നടനെ മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് കോമഡി കഥാപാത്രങ്ങളാണെങ്കിലും സീരിയസ് കഥാപാത്രങ്ങളാണെങ്കിലും എല്ലാം സൈജു കുറുപ്പിന്റെ കയ്യിൽ ഭദ്രമാണ്. തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നുമൊക്കെ അവസരങ്ങൾ തേടി വന്നപ്പോൾ ഏതാണ്ട് ഒളിച്ചിരിക്കുന്നത് പോലെയായിരുന്നു സൈജു കുറുപ്പ്. അതിന് അദ്ദേഹത്തിന് രസകരമായ കാരണങ്ങളുമുണ്ട്. മോഹിനിയാട്ടത്തിന് ശേഷം അദ്ദേഹം പുതിയ കഥകൾക്ക് നടുവിലാണ്. ഇനി അങ്ങോട്ടുള്ള പുതിയ തീരുമാനങ്ങൾ, തിരഞ്ഞെടുപ്പുകൾ എന്തായിരിക്കും? എല്ലാം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. പൊതുവെ സമാധാനപ്രിയനായിരിക്കാനാണ് തനിക്ക് താല്പര്യമെന്ന് നടൻ സൈജു കുറുപ്പ് പറയാറുണ്ട്. കുട്ടിക്കാലം മുതലേ താൻ അങ്ങനെയൊരു ശീലം ഉണ്ടാക്കിയെടുത്തിരുന്നുവെന്നും സൈജു പറയുന്നു. പ്രതികരിച്ചാലല്ലേ ആൾക്കാർക്ക് പ്രശ്നമുണ്ടാവുകയുള്ളൂ. എനിക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു, അപ്പോൾ ഞാൻ പ്രതികരിക്കാതെ അവിടെ നിന്നങ്ങ് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നല്ലവനാണെന്നല്ലേ തോന്നുകയുള്ളൂ. ഇയാൾ പാവമായിരിക്കാം, പക്ഷെ പൊട്ടനല്ല. പാവങ്ങളെ പൊട്ടനായിട്ട് എടുക്കരുത് ഒരിക്കലും. എന്റെ ഭാര്യ എന്നോട് ചോദിച്ചിട്ടുണ്ട്, സഞ്ജുവിന് നട്ടലില്ലേ എന്ന്. പറയണ്ടേ അപ്പോൾ തന്നെ എന്ന്. ഞാൻ പറയില്ല, കാരണം എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണം. അതിനുവേണ്ടിയാണ് കേട്ടോ. ഞാനൊന്ന് പറയുന്നു, മറ്റേയാൾ വേറൊന്ന് പറയുന്നു. എന്തിനാണ് വെറുതെ BP ഒക്കെ കൂട്ടുന്നത്? അതുകൊണ്ട് എന്താണ് ഗുണം? ടീനേജർ ആയിരുന്നപ്പോഴേ എനിക്കിതറിയാം. അന്ന് തൊട്ടേ ഞാൻ വളരെ നല്ലൊരു മനുഷ്യനാണ്. കാരണം ഞാൻ പ്രതികരിക്കില്ല. പ്രതികരിച്ചാൽ പോയി. എല്ലാത്തിലും നല്ലത് നമ്മൾ സമാധാനപ്രിയനായിരിക്കുക, മിണ്ടാതെ ഇരിക്കുക, പ്രതികരിക്കാതെ ഇരിക്കുക. ആൾക്കാർ പറയും ഇവന് നട്ടലില്ല എന്നൊക്കെ. ശരി, ഇല്ല, അതങ്ങ് സമ്മതിച്ചു കൊടുക്കുക. നമുക്ക് എന്ത് നഷ്ടം? ടീനേജ് സമയത്ത് എനിക്ക് വേണ്ട ബഹുമാനം കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. കാരണം പഠിക്കാൻ മോശം. എൻ്റെ ചേച്ചി ഉൾപ്പെടെ നന്നായി പഠിക്കുമായിരുന്നു. അവരുടെ മുൻപിൽ നമ്മളൊരു തോൽവിയാണ്. ഒരു ദിവസം സ്കൂളിൽ പാരന്റ്സ് ഡേയുടെ അന്ന് ഒരാൾ അച്ഛനോട് ചോദിച്ചു, കുറുപ്പിന്റെ മകൻ ഇപ്രാവശ്യം സമ്മാനമൊന്നുമില്ലേ എന്ന്. അത് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഫീലാകും, കാരണം ചേച്ചിക്ക് സമ്മാനമൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ പാരന്റ്സ് ഡേ അന്ന് സ്കൂളിൽ പോകില്ല. എന്തായാലും സമ്മാനമൊന്നുമില്ല, പിന്നെ എന്തിനാണ് വെറുതെ അവിടെ പോയിരുന്ന് ബോറടിക്കുന്നത്? അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും. അന്ന് അമ്മ വന്നെന്നെ കുറെ ചീത്ത പറഞ്ഞു. അയാൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ തൊലി ഉരിഞ്ഞു പോയടാ എന്നൊക്കെ അമ്മ പറഞ്ഞു. പിന്നെ ഞാൻ ലൈൻ ഒന്ന് മാറ്റി. പിന്നെ ഞാൻ എല്ലാവരോടും നന്നായി പെരുമാറാൻ തുടങ്ങി. വീട്ടിൽ ആരെങ്കിലും വന്നാൽ അമ്മ ചോദിക്കുന്നതിന് മുൻപേ ഞാൻ അവരോട് കുടിക്കാൻ എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കും. പിന്നെ അതെന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു. കാരണം അന്ന് ഞാൻ അതൊക്കെ ഉണ്ടാക്കിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങനെയായി. കൂട്ടുകാരുടെ പാരന്റ്സ് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നും സൈജു കുറുപ്പ് പറയുന്നു. സിനിമയിൽ വേരുകളൊന്നുമില്ലാതെയാണ് സൈജു കുറുപ്പ് കടന്നു വരുന്നതും സ്വന്തമായൊരു ഇടം കണ്ടെത്തുന്നതും. കുട്ടിക്കാലം മുതൽ ജീവിച്ചത് മഹാരാഷ്ട്രയിലായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് ഇപ്പോഴും മലയാളം എഴുതാൻ അറിയില്ലെന്നാണ് സൈജു കുറുപ്പ് പറയുന്നത്. എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ റിസൾട്ട് വന്നപ്പോൾ അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചതാണ് ഓർമ്മയിലെ ബെസ്റ്റ് സീൻ. അച്ഛൻ പൊതുവെ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളല്ല. പഠിക്കാൻ ഞാൻ കുറച്ച് ഉഴപ്പനായിരുന്നു. ഈ ഉഴപ്പിന്റെ പേരിലാണ് അച്ഛൻ ആകെ വഴക്ക് പറഞ്ഞതും തല്ലിയതും. ഞാൻ മൈനിങ് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. 4 വർഷത്തെ കോഴ്സ് പാസ്സാകാൻ 5.5 വർഷം എടുത്തു. പേപ്പറിൽ റോൾ നമ്പർ കണ്ട് പാസ്സായെന്നറിഞ്ഞ് അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ചു എന്ന് താരം പറയുന്നു. ഡിഫൻസ് അക്കൗണ്ട്സിലായിരുന്നു അച്ഛന് ജോലി. അങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ എത്തുന്നത്. 22 വയസ്സുവരെ അവിടെ തുടർന്നു. 3.5 വയസ്സുവരെ ചേർത്തലയിലാണ് വളർന്നത്. അക്കാലത്ത് മലയാളം അക്ഷരങ്ങൾ പഠിച്ചിരുന്നു. അച്ഛന്റെ ജോലി സ്ഥലത്തേക്ക് പോയതോടെ ഹിന്ദിയും ഇംഗ്ലീഷും പഠിക്കേണ്ടി വന്നു. പക്ഷെ മലയാളമായിരുന്നു വീട്ടിലെ സംസാര ഭാഷ. മലയാളം എഴുത്തും വായനയും ഞാൻ മറന്നുപോയെന്നാണ് സൈജു പറയുന്നത്. പിന്നെ സാറ്റലൈറ്റ് ചാനൽ തുടങ്ങിയപ്പോൾ അതിൽ സ്ക്രോൾ ചെയ്തു പോകുന്ന വാർത്തകളും മറ്റു വായിച്ച് അക്ഷരങ്ങളുടെ ഓർമ്മ പുതുക്കി. അപ്പോഴും എഴുതേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇത് കാരണം ഇപ്പോഴും എഴുതാൻ അറിയില്ല.